സമയമേ നീ ഒഴുകി നീങ്ങാനിവിടെ മതിവരെ നിന്നു തരൂ. സമയം നമുക്ക് വേണ്ടി നിൽക്കില്ല. ഹായ് ഫ്രണ്ട്സ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ വിന്നിംഗ് സീരീസിലെ അടുത്ത വീഡിയോ പ്ലാനിങ് ദ ടൈം എഫക്റ്റീവ്ലി. സമയത്തിനെ വരുതിയിൽ നിർത്താൻ പറ്റിയാൽ വളരെ മികച്ച റിസൾട്ട് തന്നെ നമുക്ക് കിട്ടാം എന്നുള്ളത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ആദ്യമായി ഞാൻ ചെയ്തത്, എനിക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ സിലബസിനകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട കാര്യങ്ങളെ ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് ഒരു ടൈം ടേബിളും ഉണ്ടാക്കി. എൻ്റെ ദിവസങ്ങളെ ഞാൻ AM എന്നും PM എന്നും ഡിവൈഡ് ചെയ്തു. അതിനകത്ത് തന്നെ ഏത് സമയം മുതൽ എപ്പോൾ വരെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ യൂസ് കുറച്ചു. ഈ പരീക്ഷ വരുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് വിവാഹങ്ങളും മറ്റ് പല ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഏതിന് പോകണം, ഏതിന് പോകണ്ട, ഏതിന് വളരെ കുറച്ച് സമയം നിന്നാൽ മതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. നമുക്ക് എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സക്സസ്ഫുള്ളായിട്ടുള്ളൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലേണിംഗ് ടു സേ നോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൾക്കാർ പലതിനും ഇങ്ങനെ ചാടിത്തുള്ളി വന്ന് വിളിച്ചുകൊണ്ട് പോകും. അപ്പോഴത്തേക്ക് ഓടി ചാടി പോയി ആഘോഷിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ കൺസിസ്റ്റൻസിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ വിജയം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ഓൾവേസ് റിമെമ്പർ, കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. കൺസിസ്റ്റൻസിയോടുകൂടി വർക്ക് ചെയ്താൽ ഈ കാണുന്ന പോലെ വളരെ സന്തോഷകരമായ ഒരു കരിയർ ബിൽഡ് ചെയ്യുകയും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാനും പറ്റും. ഏവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.